പരുന്തും കൂടി ഉണ്ടെങ്കിൽ മരം വെട്ടാൻ ഭയങ്കര പാടാണ്. പരുന്ത് നന്നായിട്ട് ആക്രമിക്കുന്നതാണ് പറയണത്. കണ്ണൊക്കെ ആണെങ്കിലും ചൂഴ്ന്നെടുക്കാൻ നോക്കും, പിന്നെ പുറത്തൊക്കെ ആണെങ്കിലും മാന്തി പറിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒന്ന് പേടിപ്പിച്ച് നോക്കാന്ന് കരുതിയിട്ടാണ് ഇപ്പോ വാളൊക്കെ മേലോട്ടെടുത്ത് കയറ്റിയത്. മാത്രല്ല ഇതിപ്പോ മുട്ടയാണോ വിരിഞ്ഞിട്ടുണ്ടോ അതോ കൂട് മാത്രമുള്ളതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് എന്തായാലും ഒരു പെൺപരുന്തും ആൺപരുന്തും അവിടെ ഇങ്ങനെ, പെൺപരുന്ത് മരത്തിനോട് ചേർന്ന് ഇരിക്കുകയാണ് തെങ്ങിന്റെ ഓലയിൽ തന്നെ. ആൺപരുന്താണ് ഈ വട്ടം ഇട്ട് വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം വന്നാൽ നമുക്ക് അത് ചെറുത്ത് നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടിട്ട് തന്നെ ഒരു പേടിയാവായിരുന്നു. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ. എന്തായാലും ഓലയൊക്കെ വെട്ടിയിട്ട് തുടങ്ങി കേട്ടോ. പരുന്ത് മാക്സിമം അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നമ്മുടെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ ഭയങ്കര വിഷമമല്ല, അതുപോലെ തന്നെയാലോ അതൊരു ജീവിയാണല്ലോ. അപ്പൊ അത് അതിന്റെ കൂട് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ പരുന്ത് കൂട് വെച്ചിട്ട്